The capacitance of a parallel plate capacitor. The capacitance of a parallel plate capacitor C is equal to epsilon 0 A by D. Okay. അപ്പം ഈ കേസിൽ രണ്ട് പാരലൽ പ്ലേറ്റിന്റെ ഇടയിൽ എയർ ആയിരുന്നു നമ്മൾ ഡൈഇലക്ട്രിക് മീഡിയം ആയിട്ട് വെച്ചിരിക്കുന്നത്. മറ്റു മീഡിയം ഒന്നും വെച്ചിട്ടില്ല. എയർ അല്ലെങ്കിൽ വാക്യൂം ആയിരുന്നു രണ്ട് പാരലൽ പ്ലേറ്റിന്റെ ഇടയിൽ ഫില്ല് ചെയ്തിരുന്നത്. ആ കേസിലെ ഇക്വേഷൻ ആണ് C is equal to epsilon 0 A by D. ഇനി കപ്പാസിറ്ററിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പിക്ടോറിക്കലി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ രീതിയിലാണ് നമ്മൾ ഒരു കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സർക്യൂട്ട് ഡയഗ്രത്തിൽ ഈ സിംബൽ ഉപയോഗിച്ചാണ്. എന്നാൽ ആ സിംബലിന്റെ ഇടയിൽ ഇതേപോലെ ഒരു ആരോ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു വേരിയബിൾ കപ്പാസിറ്റർ ആണ്. അത് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ടൊന്നും ആവശ്യമില്ല, വളരെ റെയർ ആയിട്ട് വല്ല ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിലേ ഉള്ളൂ. അതായത് കപ്പാസിറ്റൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, നമുക്ക് കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പം അതിനെയാണ് വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പം തൽക്കാലം ഇത് ഫസ്റ്റ് പിക്ചർ മാത്രം ഒന്ന് ചോദ്യം ഓർത്തിരുന്നാൽ മതി. രണ്ട് പാരലൽ ലൈൻസ് വരയ്ക്കുക. രണ്ട് പാരലൽ ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? രണ്ട് പാരലൽ പ്ലേറ്റിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ രണ്ട് പാരലൽ പ്ലേറ്റിലേക്ക് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് ലെഗ് ഉണ്ടെന്ന് പറഞ്ഞു. ആ രണ്ട് ലെഗിനെയാണ് നമ്മൾ ഈ രണ്ട് ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. ഓക്കെ, അടുത്തത് നമുക്ക് എഫക്റ്റ് ഓഫ് ഡൈഇലക്ട്രിക് ഓൺ കപ്പാസിറ്റൻസ്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് രണ്ട് പാരലൽ പ്ലേറ്റ് ഇവിടെയുണ്ട്. ഇത് P1 എന്ന് പറയുന്ന പ്ലേറ്റ്, ഇത് P2 എന്ന് പറയുന്ന പ്ലേറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ടോപ്പിക്കിൽ ഈ രണ്ട് പാരലൽ പ്ലേറ്റിന്റെ ഇടയിൽ എയർ അല്ലെങ്കിൽ വാക്യൂം ആയിരുന്നു. മീഡിയം ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല, ഡൈഇലക്ട്രിക് മീഡിയം ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല. എന്നാൽ ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് നമ്മൾ ആ സ്പേസിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റൻസിന് എന്ത് ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ രണ്ട് പോർഷൻസ് ഉണ്ട്. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ആ സ്പേസ് ഫുള്ളായിട്ട് ഡൈഇലക്ട്രിക് ഫില്ല് ചെയ്യും. രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഫുള്ളായിട്ട് നമ്മൾ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്യും. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അതിൽ പാർഷ്യലായിട്ട് മാത്രം, അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻസ് മാത്രം നമ്മൾ ഡൈഇലക്ട്രിക് ഫില്ല് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ P1 ഉം P2 എന്ന് പറഞ്ഞ രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഉണ്ട്. ആ രണ്ട് പാരലൽ പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് മുഴുവനും ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷന് എന്ത് ചേഞ്ച് വരും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹെഡിങ് ഈസ് എഫക്റ്റ് ഓഫ് ഡൈഇലക്ട്രിക് ഓൺ കപ്പാസിറ്റൻസ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് ഡൈഇലക്ട്രിക് ഫുള്ളി ഫിൽഡ്. ഓക്കെ, കൺസിഡർ എ parallel plate capacitor having plate area A, and it is separated by a distance, D with air as dielectric. Then the equation for capacitance is epsilon 0 A by D. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. ഞാനിവിടെ എയർ ഫില്ല് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റൻസ് ഞാൻ അതിനെ C0 ആയിട്ടാണ് ഇവിടെ നോട്ട് ചെയ്യാൻ പോകുന്നത്. C0 എന്നും പറഞ്ഞാണ് എടുക്കുന്നത്, ഡിനോട്ട് ചെയ്യുന്നത് C0 എന്നും പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് ആ കേസിൽ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. C0 is equal to epsilon 0 A by D. ഈ ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതുകയാണ്. എൻ്റെ കൂടെ എഴുതി പോരെ, ഇക്വേഷൻസ് മാത്രം, പ്രധാനപ്പെട്ട ഇക്വേഷൻസ് മാത്രം എഴുതുക. അപ്പം ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു രണ്ട് പാരലൽ പ്ലേറ്റ് ഏരിയ A ആണ്, and the distance between the two parallel plate is D. Then the capacitance of the capacitor can be written as C0 is equal to epsilon 0 A by D. Question number 1. Okay, if Q be the charge on the plates,
then the electric field intensity between the plate, can be written as E0 is equal to sigma by epsilon 0. അപ്പം ആ ഗ്യാപ്പിൽ, രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഗ്യാപ്പിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ട്. അത് ഞാൻ ഇവിടെ E0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, E0, ആ E0യുടെ ഇക്വേഷൻ സിഗ്മ ബൈ എപ്സിലോൺ 0. അത് നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ, സിഗ്മ ബൈ എപ്സിലോൺ 0. ആർക്കും പറയാം? What is the equation for surface charge density? Surface charge ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി So charge by area. Q by A. Yes, total charge by total area. Total charge by total area. That is surface charge density. Total charge here is Q. Total charge here is Q. And total area of the plate is A. So the equation for sigma is Q by A. Substitute the value of sigma Q by A. Then we will get Q by epsilon 0 A. Q by epsilon 0 A. ഒന്നോ രണ്ടോ പേര് മാത്രമേ പഠിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു, ബാക്കി ആരും ഒന്നും പഠിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നേരത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് മാത്രമാണ് ചെയ്തത്. പ്ലേറ്റുകൾക്കിടയിലുള്ള സ്പേസ്, അവിടെ നമ്മൾ എയർ അല്ലെങ്കിൽ വാക്യൂം ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് എഴുതിയത്. അതിൽ ഒരു ചേഞ്ച് മാത്രമേ വരുത്തിയുള്ളൂ. ഞാൻ നേരത്തെ കപ്പാസിറ്റൻസ് സി എന്നുമാണ് റെപ്രസെന്റ് ചെയ്തത്, എന്നാൽ ഇവിടെ ഞാൻ അത് C0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സിമിലർലി ഇലക്ട്രിക് ഫീൽഡ് in between the plates, the electric field is represented as E0 and its equation is Q by epsilon 0 A. Okay, now consider a dielectric having dielectric constant K is inserted between the plates, fully occupying the intervening medium. നമ്മൾ എന്താ ചെയ്തത്? We are inserting a dielectric material having a dielectric constant K, and it is inserted between the plates. അപ്പം ആ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഫുള്ളായിട്ട് ഓക്യുപ്പൈ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ഒരു ഡൈലക്ട്രിക് മീഡിയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം അത്രയും വലിയൊരു ഡൈലക്ട്രിക് മീഡിയം നമ്മൾ ആ ഗ്യാപ്പിൽ ഇൻസേർട്ട് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഒരു ഡൈലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ ഒരു ഡൈലക്ട്രിക് സ്ലാബ് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പോളറൈസേഷൻ സംഭവിക്കും. അങ്ങനെ പോളറൈസേഷൻ സംഭവിക്കുമ്പോൾ അതിന്റെ രണ്ട് സൈഡിലും ചാർജസ് ഉണ്ടാവും. നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും വരും. അതുമൂലം ഒരു അഡീഷണൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അതിന്റെ ഉള്ളിലുണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഡൈലക്ട്രിക് മെറ്റീരിയലിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എക്സ്റ്റേണലിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയേക്കാൾ കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഇനി the dielectric is polarized by the field and the net electric field inside the dielectric is the net electric field inside the dielectric. The net electric field inside the dielectric നമുക്ക് എങ്ങനെ എഴുതാം? E is equal to sigma minus sigma p divided by epsilon 0. The electric field inside the dielectric. Electric field inside the dielectric can be written as E is equal to sigma minus sigma p divided by epsilon 0. അപ്പം ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിറൈവ് ചെയ്തതാണ്. അത് ഡിറൈവ് ചെയ്തത് ഇതിനു വേണ്ടിയാണ്, ഈ കപ്പാസിറ്ററിന്റെ തിയറി പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഈ ഡൈഇലക്ട്രിക്കിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് ഇ ആയിട്ട് എടുത്തിരിക്കുന്നത്. എക്സ്റ്റേണലി ഉണ്ടാകുന്നത് E0 ആണ്, അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരു
പോളറൈസേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാകും. അത് E0ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതിന്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ E ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഫോർ ലീനിയർ ഡൈഇലക്ട്രിക്സ് പോളറൈസേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു E0. E0 എന്ന് പറയുന്നത് എക്സ്റ്റേണലി കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഈ എക്സ്റ്റേണലി കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പോളറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ പോളറൈസേഷൻ കൂടും. കുറഞ്ഞ സ്ട്രെങ്ത് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പോളറൈസേഷൻ കുറവായിരിക്കും. അതാണ് പ്രൊപ്പോർഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ മൈനസ് സിഗ്മ പി, സിഗ്മ മൈനസ് സിഗ്മ പി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ കെ എന്ന് എഴുതാം. ഈ ഇക്വേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ഏത് പ്ലേറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി? നമ്മുടെ ഈ P1 എന്ന് പറയുന്ന പ്ലേറ്റിന്റെയും P2 എന്ന് പറയുന്ന പ്ലേറ്റിന്റെയും സർഫസ് ചാർജ് ഡെൻസിറ്റി. P1 എന്ന് പറയുന്ന പ്ലേറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി പോസിറ്റീവ് സിഗ്മയും P2വിൻ്റെത് നെഗറ്റീവ് സിഗ്മയും ആണ് വരുന്നത്. ഇനി എന്താണ് സിഗ്മ പി എന്ന് പറയുന്നത്? സിഗ്മ പി എന്ന് പറയുന്നത് പോളറൈസേഷൻ മൂലം ഡൈഇലക്ട്രിക്കിന്റെ രണ്ട് എൻഡിലും ഉണ്ടാകുന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് സിഗ്മ പി. അപ്പോൾ നമുക്ക് സിഗ്മ മൈനസ് സിഗ്മ പി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ കെ എന്ന് എഴുതാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. കെ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ സിഗ്മ മൈനസ് സിഗ്മ പി എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതൊന്ന് റീഅറേഞ്ച് ചെയ്താണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. Sigma minus sigma p is equal to sigma by k. What is k? K is called a dielectric constant. Dielectric constant മറ്റൊരു സിംബൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റൊരു നൊട്ടേഷൻ നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉപയോഗിക്കാറുണ്ട്. എന്തായിരുന്നു അത്? ഓജൻ മാർട്ടിൻ, k അല്ലെങ്കിൽ മറ്റെന്ത് കൊണ്ടാണ് നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്തത്? അക്ഷയശ്രീ പറയാമോ? Dielectric constant is represented by the symbol K and Epsilon R. Epsilon R. Right. K, the dielectric constant. Akshasri mic mute. Okay. സിഗ്മ മൈനസ് സിഗ്മ പി എന്ന് പറയുന്നത് സിഗ്മ ബൈ കെ ആണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് ദ ഡൈഇലക്ട്രിക് E is equal to സിഗ്മ മൈനസ് സിഗ്മ പി ഡിവൈഡ് ബൈ എപ്സിലോൺ 0. അപ്പം ആ ഇക്വേഷനിലേക്ക് നമുക്ക് ഈ സിഗ്മ മൈനസ് സിഗ്മ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? സിഗ്മ ബൈ കെ ഇൻറ്റു എപ്സിലോൺ 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ പുതിയ ഇക്വേഷൻ കിട്ടി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0 കെ എന്ന് എഴുതാം. സിഗ്മ ബൈ എപ്സിലോൺ 0 കെ. ഓക്കെ. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ E0, എയറിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ E0 is equal to സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിഗ്മ ബൈ എപ്സിലോൺ 0ക്ക് പകരം E0 എന്ന് കൊടുക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക്
അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടെ എഴുതാം. E is equal to E0 by K. E equal to E0 by K. അപ്പം ഈ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക, ഒന്ന് മാറ്റി എഴുതി വെച്ചേക്കുക, നമുക്ക് പിന്നീട് ഈ ഇക്വേഷൻ ആവശ്യമുണ്ട്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടി. E is equal to sigma by epsilon 0 K. അത്രയും കാര്യങ്ങൾ എഴുതിക്കേ. Okay. The potential difference between the plate can be written as V is equal to E into D. V is equal to E into D. E യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E യുടെ വാല്യൂ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ് സിഗ്മ ബൈ എപ്സിലോൺ 0 K എന്നാണ്. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും സിഗ്മ D ബൈ എപ്സിലോൺ 0 K. ഇനി സിഗ്മയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് സിഗ്മയുടെ വാല്യൂ? സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് Q ബൈ A ആണ് നമ്മൾ പറഞ്ഞു. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? Q ബൈ എപ്സിലോൺ 0 A ഇൻറ്റു D ബൈ K എന്ന് എഴുതാം. ഓക്കെ, അപ്പം V യുടെ ഇക്വേഷൻ ആയി. ഇനി കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ ഫിൽഡ് വിത്ത് എ ഡൈഇലക്ട്രിക്കിന്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്തുവാ? കപ്പാസിറ്റൻസിന്റെ ബേസിക് ഇക്വേഷൻ എന്തുവാ? C is equal to what is the basic equation for capacitance? Rohit. The basic equation for capacitance is C is equal to Q by V. Is equal to Q by V. So we can write Q by V. What is the value of V? Value of V is this. Q D by epsilon 0 A K. എന്തൊക്കെ ക്യാൻസൽ ചെയ്യും? ക്യൂവും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്ത് കിട്ടും? ഡിനോമിനേറ്റർ ഉള്ളത് ന്യൂമറിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും എപ്സിലോൺ 0 കെ എ ബൈ ഡി. എപ്സിലോൺ 0 കെ എ ബൈ ഡി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനിയും ഇക്വേഷൻ നമ്പർ 1 ഉം ഇക്വേഷൻ നമ്പർ 2 നിങ്ങൾക്ക് ഒന്ന് കമ്പയർ ചെയ്യാമോ? അപ്പം സിയുടെ ഇക്വേഷൻസ് എങ്ങനെ എഴുതാം? ഇക്വേഷൻ നമ്പർ 1 ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, അതൊന്ന് കമ്പയർ ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 നമ്മളൊന്ന് കമ്പയർ ചെയ്തേ. അപ്പോൾ സിയുടെ ഇക്വേഷൻസ് എങ്ങനെ എഴുതാം? എന്തുവായിരുന്നു ഇക്വേഷൻ നമ്പർ 1? എന്തുവായിരുന്നു? ഇക്വേഷൻ നമ്പർ 1 എന്തുവായിരുന്നു? ഇതാരും മിണ്ടായിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 1 എന്തുവായിരുന്നു? ഇക്വേഷൻ നമ്പർ 1? ഇക്വേഷൻ നമ്പർ 1 C0 is equal to epsilon 0 A by D. അതായത് എയർ രണ്ട് പ്ലേറ്റിന് ഇടയിലും ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണ് C0 is equal to epsilon 0 A by D. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ നമുക്ക് ഡൈഇലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1 കൂടെ ഒന്ന് കമ്പയർ ചെയ്തേ. സെക്കൻഡ് ഇക്വേഷൻ ഒന്നും കൂടി പറഞ്ഞുതരാമോ? സെക്കൻഡ് ഇക്വേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സെക്കൻഡ് ഇക്വേഷനിൽ എവിടെ തൊട്ടാണ് പറയേണ്ടത്? ഈ സ്ലൈഡ് മതിയോ അതോ അതിന് മുമ്പത്തെ സ്ലൈഡ് വേണോ? ഈ സ്ലൈഡ് മതി സർ. ഈ സ്ലൈഡ്. ഓക്കെ.
രാഹുൽ ഏതാണ്? ഈ സ്ലൈഡ് ആണോ രാഹുലിന് വേണ്ടത്? ഓക്കെ സർ, കുഴപ്പമില്ല. കംപ്ലീറ്റഡ്. ഓക്കെ ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ, potential difference between the plates V can be written as E into D. What is the value of E? Value of E ഇതാണ്. Value of E is this, sigma by epsilon 0 k. ആ വാല്യൂ നമ്മൾ കൊടുത്തു, sigma by epsilon 0 k കൊടുത്തു, into D. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇനി സിഗ്മയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, എന്താണ് സിഗ്മയുടെ വാല്യൂ? Q by A ആണ്, Q by A. അപ്പോൾ സിഗ്മയ്ക്ക് പകരം Q by A കൊടുത്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. അപ്പോൾ വിയുടെ വാല്യൂ കിട്ടി. ഇനി കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് കപ്പാസിറ്റൻസിന്റെ ബേസിക് ഇക്വേഷൻ എഴുതാം. കപ്പാസിറ്റൻസിന്റെ ബേസിക് ഇക്വേഷൻ എന്തുവാ? C is equal to Q by V. Q divided by V. വിയുടെ വാല്യൂ ഇതല്ലേ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്, ഇതല്ലേ വിയുടെ വാല്യൂ, അതങ്ങോട്ട് കൊടുത്തു. Q D by epsilon 0 A into K. എന്തൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും? ക്യൂവും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പം ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലോട്ട് മാറ്റാമല്ലോ. epsilon 0 A K divided by D എന്ന് എഴുതാം. epsilon 0 A K divided by D അല്ലെങ്കിൽ epsilon 0 K A divided by D എന്ന് എഴുതാം. അപ്പം അതാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഞാൻ പിന്നീട് പറഞ്ഞത് ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 1ഉം നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 1ഉം ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചോദിച്ചത്. എങ്ങനെ എഴുതാം? ഇക്വേഷൻ നമ്പർ 1 എന്തുവായിരുന്നു കിട്ടിയത് എന്ന് പറഞ്ഞേ? C0 is equal to ആരെങ്കിലും പറഞ്ഞോ? നോട്ട്ബുക്കിൽ കറക്റ്റ് ആയിട്ട് എഴുതുന്നവർക്ക് പറയാമല്ലോ. ഇക്വേഷൻ നമ്പർ 1, വാട്ട് ഈസ് ദ ഇക്വേഷൻ നമ്പർ 1? Epsilon naught A by D. Epsilon 0 A by D. Yes, correct. Good. ഇതാരും മിണ്ടായിരിക്കുന്നേ. Epsilon 0 A by D. C0 is equal to Epsilon 0 A by D. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കേ, Epsilon 0 ഉണ്ട്, A ഉണ്ട്, D ഉണ്ട്. അപ്പം ഇതിന് മൂന്നിനും കൂടെ നമുക്ക് എന്ത് കൊടുക്കാം? C0 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. C is equal to C0 into K. C is equal to C0 into K എന്ന് എഴുതാം. ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കെയുടെ വാല്യൂ, കെ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ഒരു മെറ്റീരിയലിലെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ എപ്പോഴും 1നേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? C0 എന്ന് പറഞ്ഞാൽ എന്താണ്? C0 എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? C0 എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? C0 is the capacitance of a capacitor with air as dielectric. That is, air is filled between the two parallel plates. അതാണ് C0. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ C എന്ന് പറയുന്നത് എന്താണ്? C is the capacitance of a capacitor with a dielectric medium is filled between the two parallel plates. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടിയത്? C is equal to C0K എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? If a dielectric medium is filled between the plate, the capacitance of the capacitor will increase or decrease? Will increase.
will increase. The capacitance of the capacitor will increase by how many times? By how many times? K times. K times. Good. ഇത് ബാക്കി ആർക്കൊന്നും മനസ്സിലാകുന്നില്ല തോന്നുന്നു. When we introduce a dielectric slab between the two parallel plates, the capacitance of a capacitor will increase by K times. അതാണ് C is equal to C0 K കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം thus the dielectric constant of a substance is always greater than 1. Hence the capacitance will increase by increasing a dielectric between the plates. ഷോൺ മനസ്സിലായോ? Yes, sir. Okay, good. ഋഷി? മനസ്സിലായി സർ. ഓജൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഓജൻ ഒന്നും അനക്കമില്ലല്ലോ. സർ ഇപ്പൊ മീഡിയം എയർ അല്ല വാക്യൂം ആണെങ്കിലോ? എയർ അല്ലെങ്കിൽ വാക്യൂത്തിന് സെയിം ഇക്വേഷൻ ആണ്. ഓക്കെ സർ. എയറും വാക്യൂം സെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. അപ്പം ഡൈലക്ട്രിക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ എഫക്ട്സ് ഓഫ് ഡൈലക്ട്രിക് ഓൺ കപ്പാസിറ്റർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ഡൈലക്ട്രിക് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, എ ഡൈലക്ട്രിക് മീഡിയം between the plates of a capacitor increases the capacitance. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്. The dielectric medium between the plate of the capacitor increases the capacitance. രണ്ടാമത്തത്, it avoids electric discharge between the plate. It avoids electric discharge between the plate. കാരണം നമുക്ക് പ്ലേറ്റിലേക്ക് ചാർജ് കൊടുത്തിരിക്കുകയാണ്. ഒരു പ്ലേറ്റിലെ പോസിറ്റീവ് ചാർജും മറ്റേ പ്ലേറ്റിലെ നെഗറ്റീവ് ചാർജുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോർമലി എന്ത് സംഭവിക്കും? ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റേ പ്ലേറ്റിലേക്ക് ഡിസ്ചാർജ് സംഭവിക്കാം. കാരണം പ്ലേറ്റ് വളരെ വളരെ അടുത്താണ് വെച്ചിരിക്കുന്നത്. കാരണം ഡിസ്റ്റൻസ് കുറയ്ക്കണം. ഡിസ്റ്റൻസ് കുറച്ചാലേ കപ്പാസിറ്റൻസ് കൂടുതലുള്ളൂ. അപ്പം വളരെ അടുത്താണ് രണ്ട് പ്ലേറ്റുകളും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ബാഡ് കണ്ടക്ടർ ആയ ഒരു ഡൈലക്ട്രിക് മീഡിയം പ്ലേസ് ചെയ്താൽ അഡ്വാൻറ്റേജ് എന്താണ്? ഈ ഇലക്ട്രിക് ഡിസ്ചാർജിനെ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കപ്പാസിറ്റർ ബ്രേക്ക് ചെയ്ത് കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു, കണ്ടില്ലേ? ഒരു രണ്ട് പ്ലേറ്റ് ആ രണ്ട് പ്ലേറ്റിന്റെ നേരത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കൂ. ഓക്കെ സാർ, കഴിഞ്ഞു സാർ. കാണാമോ? നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയതാ. കപ്പാസിറ്റർ ഇതാണ് പ്ലേറ്റ്. ഓക്കെ, ഇത് അടുത്ത പ്ലേറ്റ്. സോറി, ഇത് അടുത്ത പ്ലേറ്റ്. രണ്ട് പ്ലേറ്റ് ഉണ്ട്. ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിലായിട്ട് നമ്മളൊരു ഡൈലക്ട്രിക് മീഡിയം പ്ലേസ് ചെയ്യും. ഒരു പേപ്പർ പോലത്താണ് ഡൈലക്ട്രിക് മീഡിയം. നിങ്ങൾക്ക് കാണാമോ? ഒരു ഡൈലക്ട്രിക് മീഡിയം പ്ലേസ് ചെയ്യും. അപ്പം ഈ ഡൈലക്ട്രിക് മീഡിയം പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ്? ഡൈലക്ട്രിക് മീഡിയം പ്ലേസ് കൊണ്ടുള്ള രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഇലക്ട്രിക് ഡിസ്ചാർജ് നമുക്ക് ഒഴിവാക്കാം. മൂന്നാമത്തെ എന്താണ്? ദ ഡൈലക്ട്രിക് പ്രിവെന്റ്സ് ദ ടു മെറ്റൽ പ്ലേറ്റ്സ് കമ്മിങ് ഇൻ ടു കോണ്ടാക്ട്. അപ്പോൾ രണ്ട് മെറ്റൽ പ്ലേറ്റുകളും കോണ്ടാക്റ്റിലാകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതിൻ്റെ
ഇൻ ബിറ്റ്വീൻ ഒരു ഡയലക്ട്രിക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ. നാലാമത്തെ എന്താണ്? ഇറ്റ് കീപ്സ് ദ പ്ലേറ്റ് വെരി ക്ലോസ് ടുഗദർ. ഇറ്റ് കീപ്സ് ദ പ്ലേറ്റ് വെരി ക്ലോസ് ടുഗദർ. രണ്ട് പ്ലേറ്റുകൾ വളരെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റൻസ് കൂടുകയാണ് ചെയ്തത്. ഡി ഏറ്റവും കുറയണം. ഡി ഏറ്റവും കുറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ ഈ ഡയലക്ട്രിക് മീഡിയം വെക്കുന്നത് കാരണം വളരെ ചെറിയൊരു ഡി മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ. കാരണം ഒരു പേപ്പറിന്റെ തിക്നെസ് മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ കപ്പാസിറ്റൻസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ നമ്മൾ ഒരു രണ്ട് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ പ്ലേസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, the capacitance of a parallel plate. ഒന്ന് കാണിക്കൂ. ഓക്കേ സർ. Capacitance of a parallel plate capacitor with n plates, n number of plates. അപ്പോൾ നമ്മൾ രണ്ട് പ്ലേറ്റിൽ മാത്രമുള്ളെങ്കിലുള്ള ഇക്വേഷൻ ആണ് പഠിച്ചത്. ഇനിയും അവിടെ രണ്ടിൽ കൂടുതൽ പ്ലേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന് എന്ത് ചേഞ്ച് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാവിംഗ് n plates each of area A and are arranged equal distance d from one another. ഈക്വൽ ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്ന ഈക്വൽ ഡിസ്റ്റൻസിൽ n നമ്പർ ഓഫ് പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: C is equal to epsilon 0 n minus 1 a by d. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ അല്ലേ? നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്താണ്? എപ്സിലോൺ 0 a by d ആയിരുന്നു. അതിന്റെ കൂടെ എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി? n minus 1. What is n? n എന്ന് പറയുന്നത് is a number of plates. അപ്പോൾ രണ്ടിൽ കൂടുതൽ പ്ലേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി ഈ പ്ലേറ്റിന്റെ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഒരു ഡയലക്ട്രിക് മീഡിയം ആണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് വരുത്തിയാൽ മതി? ഈ എപ്സിലോണിന്റെ കൂടെ കെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എപ്സിലോൺ ആർ ഓർ കെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. വേറെ ചേഞ്ച് ഒന്നും വരുത്തേണ്ട. എപ്സിലോൺ 0യുടെ കൂടെ എപ്സിലോൺ ആർ ഓർ കെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. Okay. NCERT exercise 2.5. ഒന്ന് എഴുതിക്കേ. A parallel plate capacitor with air between the plate has a capacitance of 8 picofarad. What will be the capacitance if the distance between the plate is reduced by half and the space between them is filled with a substance of dielectric constant 6? ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ NCERT എക്സസൈസ് 2.5 എന്ന് കൊടുക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ പിന്നീട് എഴുതിയെടുത്താലും മതി. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഹാസ് എ കപ്പാസിറ്റൻസ് ഓഫ് 8 picofarad. അപ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് നൽകിയിട്ടുണ്ട് 8 picofarad. ഇനി what will be the capacitance
if the distance between the plate is reduced to half. Small d half ആയിട്ട് കുറഞ്ഞു. അതേപോലെ തന്നെ the space is filled with a substance of dielectric constant 6. അപ്പോൾ what will be the new capacitance? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? The capacitance of the capacitor with air as dielectric. Capacitance of the capacitor with air as dielectric. What is the value? That is C is equal to 8 picofarad. 8 picofarad can be written as ഇങ്ങനെ എഴുതാം 8 into 10 raised to minus 12 farad എഴുതുക. And the equation, what is the equation for capacitor? What is the equation for capacitance of the capacitor? What is the basic equation? C is equal to Q by QV. കേട്ടില്ല. QV. Capacitance in the equation Q by parallel. ഞാൻ ചോദിച്ചത് തെറ്റിപ്പോയി. What is the equation for the capacitance of a parallel plate capacitor? What is the equation for the capacitance of a parallel plate capacitor having air as dielectric? What is the equation? Epsilon 0 A by D. ഈ equation കാണാതെ പഠിച്ചു വെക്കണേ. This is the equation for capacitance of a parallel plate capacitor with air as dielectric. Epsilon 0 A by D. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പുതിയൊരു കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഏതിൻ്റെയാണ്? പ്ലേറ്റ് distance between the plate is reduced to half. Distance between the plate is reduced to half and a dielectric medium is filled between the plate. അപ്പം ഈ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് വരും? ഈ ഇക്വേഷനിൽ എന്തൊക്കെ ചേഞ്ച് വരും? എപ്സിലോൺ സീറോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. പക്ഷെ ഒരു കെ എന്ന് പറയുന്ന ഒരു ഡൈലക്ട്രിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആ കെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലേറ്റ് ഏരിയയ്ക്ക് ചേഞ്ച് ഉണ്ടോ? പ്ലേറ്റ് ഏരിയയ്ക്ക് ചേഞ്ച് ഇല്ല. അത് അതേപോലെ തന്നെ ഇടാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് എന്ത് പറ്റി? ഹാഫ് ആക്കി. അപ്പോൾ പുതിയ ഡിസ്റ്റൻസ് എത്രയാ? D/2 ആണ് പുതിയ ഡിസ്റ്റൻസ്. അപ്പം ഇതാണ് പുതിയ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ഈ D/2ലെ ഡിനോമിനേറ്ററിലെ D/2ലെ 2 ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എന്നിട്ട് കെ ഇങ്ങനെ എഴുതി, ബാക്കിയുള്ളത് എപ്സിലോൺ 0 A/D എന്ന് കിട്ടും. ഈ ബ്രാക്കറ്റ് ഉള്ളതിന്റെ വാല്യൂ എത്രയാ? ബ്രാക്കറ്റ് ഉള്ളതിന്റെ വാല്യൂ എത്രയാണ്? 8 into 10 raised to minus 12 farad ആണ്. അല്ലേ? അപ്പൊ എത്ര കിട്ടും? സി ഡാഷിന്റെ വാല്യൂ So it's 2 epsilon A/D. 2 അല്ല, അങ്ങനെ ചെയ്യരുത്. We know the value of epsilon 0 A/D. We already know the value of epsilon 0 A/D. What is the value? 8 into 10 raised to minus 12. What is the value of epsilon R or K? That is 6. Substitute. So 96 into 10 raised to minus 12. Yeah, right. ആൻസർ ഇട്ടേ ചാറ്റ് ബോക്സിൽ ഇട്ടോ.
2 into 6. ആൻസർ കിട്ടിയൊരു ചാറ്റ് ബോക്സിലിട്ടൊന്ന് ഇട്ടേരെ. അനു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് എന്ത് മൾട്ടിപ്ലൈ ആണ് ഇത്? ഓക്കെ, ഋഷി പറഞ്ഞു. നന്ദന ആൻസർ ചാറ്റ് ബോക്സിലോട്ട് ഇടൂ. ഓക്കെ, the answer is 96 picofarad. 96 picofarad. Okay. Previous ഒരു question ആണ്. Define the term dielectric constant of a medium in terms of capacitance of a capacitor. Dielectric കോൺസ്റ്റന്റിനെ നമുക്ക് കപ്പാസിറ്റൻസിന്റെ ബേസിസിൽ ഒന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്റൻസിന്റെ ബേസിസിൽ നമ്മൾ ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാം K is equal to C by C0 എന്ന് കിട്ടും അല്ലേ? C by C0. C എന്ന് പറഞ്ഞാൽ എന്താണ്? It is the capacitance of the capacitor with a dielectric between the plates. C0 എന്ന് പറഞ്ഞാൽ എന്താണ്? Capacitance of the capacitor with air between the plates. അതിന്റെ രണ്ടിനും റേഷ്യോ ആയിട്ട് നമുക്ക് പറയാം. For dielectric constant of a medium is defined as the ratio of capacitance of a capacitor with dielectric to its capacitance with vacuum between the plates. ഈ റേഷ്യോ ആയിട്ട് നമുക്ക് ഡയലക്ട്രിക് കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2014 ചോദിച്ചാണ്. നേരത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കൂ. നേരത്തെ ഒന്നുമില്ല, ആ റേഷ്യോ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്താൽ മതി. C by C0 ആണ് K എന്ന് ഡിഫൈൻ ചെയ്താൽ മതി. ഇതൊന്നും എഴുതണ്ട, ഇതൊക്കെ നോട്ട്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. The given graph shows the variation of charge Q versus potential difference V for two capacitors C1 and C2. Both the capacitors have same plate separation, but plate area of C2 is greater than that of C1. Which line, A or B, corresponds to C1 and why? നിങ്ങൾ മനസ്സിലായോ? ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഗ്രാഫ് എന്താ നൽകുന്നത്? The given graph shows the variation of charge Q versus potential difference. X ആക്സിസിൽ പൊട്ടൻഷ്യൽ V,
രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വി ആണ് നൽകിയിരിക്കുന്നത്. y ആക്സിസിൽ പ്ലേറ്റിലുള്ള ചാർജ് Q ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈൻ എന്തിനെയൊക്കെ റെപ്രസെന്റ് ചെയ്ത്? രണ്ട് കപ്പാസിറ്ററുകളെ റെപ്രസെന്റ് ചെയ്തത്. എയും ബിയും രണ്ട് ലൈൻ. അപ്പം അത് C1 ഉം C2 എന്ന് പറഞ്ഞ രണ്ട് കപ്പാസിറ്ററുകളെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന്റെ പ്രത്യേകത എന്താണ്? ബോത്ത് ദി കപ്പാസിറ്റേഴ്സ് ഹാവ് സെയിം പ്ലേറ്റ് സെപ്പറേഷൻ. അതായത് രണ്ട് കപ്പാസിറ്ററിന്റെയും പ്ലേറ്റ് സെപ്പറേഷൻ D സെയിം ആണ്. എന്നാൽ പ്ലേറ്റ് ഏരിയ ഏതിനാണ് കൂടുതൽ? പ്ലേറ്റ് ഏരിയ ഓഫ് C2 ഈസ് ഗ്രേറ്റർ ദാൻ C1. പ്ലേറ്റ് ഏരിയ ഓഫ് C2 ഈസ് ഗ്രേറ്റർ ദാൻ C1. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്തുവാ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ε0 A/D. ε0 A/D. അങ്ങനെയാണെങ്കിൽ C1 കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണോ കൂടുതൽ? C2 കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണോ കൂടുതൽ? ഏതിന്റെ കപ്പാസിറ്റൻസ് ആണ് കൂടുതൽ? Which capacitance is greater, C1 or C2? Sir, C1. C1 is greater. Yes. Any other answers? Minna. രാഹുൽ, ഏത് കപ്പാസിറ്റൻസ് ആണ് കൂടുതൽ? C1 or C2? C1. C1. Why? Area of C2 is greater than C1. Area of C2. area of C2 is greater than C1. Then So the charge of A is greater than that of B. So C1 is greater than C2. charge on A is greater than that of B. no, the capacitance, the equation for the capacitance is this: C is equal to ε0 A/D. In this equation Q is not there. Only three So quantities, then ε0 C2 is A and D. greater. Then yes, C2 is greater. C2 is greater because in this equation A is more. area A is in numerator. Okay, it means as A increases, the capacitance increases. The capacitance increases. In the question, it is given that the area of C2 is greater. It means the capacitance C2 is greater than C1, right? The capacitance C2 is greater than C1. Right? Clear ആയല്ലോ? Okay. ഇനി ഇവർ ചോദിച്ചിരിക്കുന്നത് which line A or B corresponds to C1? Which line A or B corresponds to C1? അപ്പം കുറഞ്ഞ കപ്പാസിറ്റൻസ് C1 കുറഞ്ഞ കപ്പാസിറ്റൻസ് ആണെന്ന് മനസ്സിലായി. ഈ കുറഞ്ഞ കപ്പാസിറ്റൻസിനെ റെപ്രസെന്റ് ചെയ്ത് A എന്ന് പറയുന്ന ലൈനാണോ B എന്ന് പറയുന്ന ലൈനാണോ എന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ ഈ ഗ്രാഫ് നോക്കാം. ഗ്രാഫിന്റെ X ആക്സിസിലെ Vയും Y ആക്സിസിലെ Q ആണ് അല്ലേ? അപ്പം ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് നൽകും എന്ന് നോക്കാം. സ്ലോപ്പ് എന്ത് നൽകും? സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്തുവാ? dy/dx. സ്ലോപ്പിന്റെ ഇക്വേഷൻ dy/dx അല്ലേ? അപ്പം ഇവിടെ y എന്ന് പറയുന്നത് Q ആണ്, x എന്ന് പറയുന്നത് V ആണ്. What is Q by V? C.
What? C. C. Capacitance. Yes, capacitance. Good, very good. The capacitance. Actually, the straight line gives the capacitance because the graph is QV graph. Graph is QV graph. That is Q by V. Q by V will give capacitance. അപ്പം ഈ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എന്ത് നൽകും? കപ്പാസിറ്റൻസ്. ഓരോ കപ്പാസിറ്ററിന് കപ്പാസിറ്റൻസ് ആണ് നൽകുന്നത്. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് C1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം C1ന്റെ കപ്പാസിറ്റൻസ് കുറവാണ്, ലെസ് ആണ്. C2വിനാണ് കൂടുതൽ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ സ്ലോപ്പ് ഉള്ളത് C1നെ റെപ്രസെന്റ് ചെയ്യും. കൂടിയ സ്ലോപ്പ് ഉള്ളത് C2നെ റെപ്രസെന്റ് ചെയ്യും. എയ്ക്കാണോ ബിക്കാണോ സ്ലോപ്പ് കുറവ്? കുറച്ച് ബേസിക് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇത് മനസ്സിലാക്കി വെക്കുക, ഒത്തിരി എടുത്ത് അപ്ലൈ ചെയ്യാം. ഈ ബേസിക് കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, ക്ലിയർ ചെയ്ത് പറയാം. ഗ്രാഫ് കണ്ടമാനം ചോദിക്കും CBSE-ൽ. സ്ലോപ്പ് ഏതിനാ കൂടുതൽ? എയ്ക്കാണോ സ്ലോപ്പ് കൂടുതൽ, ബിക്കാണോ സ്ലോപ്പ് കൂടുതൽ? എങ്ങനെ കണ്ടുപിടിക്കും? dy/dx എടുക്കാം, അല്ലെങ്കിൽ ടാൻ എടുക്കും. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ ടാൻ എടുക്കാം. ടാൻ, ഞാൻ ഇത് ഈ ബിയുടെ എടുക്കുവാണ്. ഓക്കെ, ഇത് O, ഇത് X എന്ന് എടുക്കാം. ടാൻ, ഈ ട്രയാങ്കിളിൽ നിന്ന് ടാൻ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ടാൻ തീറ്റ OBX എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്നും ടാൻ തീറ്റയുടെ ഇക്വേഷൻ എഴുതാം. ടാൻ്റെ ഇക്വേഷൻ എന്തുവാ? ടാൻ തീറ്റയുടെ ബേസിക് ഇക്വേഷൻ എന്തുവാ? What is the question? What is the equation for tan theta? Adjacent by opposite side by adjacent side. Okay, then what is the opposite side here in the triangle? Bx by Ox. Bx by Ox. The line B has less slope and line A has greater slope. The straight line represents the capacitance. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. The straight line represents the capacitance. ഇതിൽ ഈ രണ്ട് ലൈനിൽ കപ്പാസിറ്റൻസ് കുറഞ്ഞത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ഏത് ലൈനാണ് സ്ലോപ്പ് കുറവ്? ബി എന്ന് പറയുന്ന ലൈനാണ് സ്ലോപ്പ് കുറവ്. അതുകൊണ്ട് B will represent what? B will represent the capacitance C1. B will represent the capacitance C1. ഞാനൊന്നുകൂടെ പറയാൻ മനസ്സിലായില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. The given graph shows the variation of charge Q versus potential difference V for two capacitors C1 and C2. Both the capacitors have same plate separation, but plate area of C2 is greater than that of C1. Which line, A or B, corresponds to C1 and Y? Capacitor and the capacitance in the equation, C is equal to epsilon 0 A by D. The plate area of C2 is greater. The plate area of C2 is greater. Numerator quantity ആണ് area. Plate area. അതുകൊണ്ട് since the plate area of C2 is greater, the capacitance of C2 is higher than or greater than C1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? C2, capacitance C2 is greater than C1. ഇനി ഈ ഗ്രാഫിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എന്ത് നൽകും? The slope of the graph will gives the capacitance. The slope of the graph will gives the capacitance because we know C is equal to Q by V. അപ്പോൾ ഇത് സ്ലോപ്പ് എന്ന് പറയുന്നത് Q by V ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് Q by V ആണ്. അതുകൊണ്ട് ഈ ഗ്രാഫിൽ Q by V നമുക്ക് എന്ത് നൽകും? Q by V കപ്പാസിറ്റൻസ് നൽകും. ഇതിൽ ഇവർ ചോദിച്ചിരിക്കുന്നത് C1നെ റെപ്രസെന്റ് ചെയ്ത് ഏതാണ്? അതായത്
കുറഞ്ഞ കപ്പാസിറ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണെന്ന്. അപ്പം കുറഞ്ഞ സ്ലോപ്പ് ഉള്ളതാണ് കുറഞ്ഞ കപ്പാസിറ്റൻസിനെ റെപ്രസെന്റ് ചെയ്തത്. സ്ലോപ്പ് കുറവ് ഏതിനാണ്? സ്ലോപ്പ് കുറവ് ബിക്കാണ്. സ്ലോപ്പ് കുറവ് ബിക്കാണ്. അപ്പോൾ സ്ലോപ്പ് കുറഞ്ഞത് ബിക്ക് ആയതുകൊണ്ട് ബി ആണ് C1നെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് ഡൈഇലക്ട്രിക് ഓൺ കപ്പാസിറ്റൻസ്. രണ്ടാമതാണ് ഡൈഇലക്ട്രിക് പാർഷ്യലി ഫിൽഡ്. അപ്പോൾ നേരത്തെ നമ്മൾ ഡൈഇലക്ട്രിക് ഫുള്ളി ഫിൽഡ് ആണ് പഠിച്ചത്. ഇത് ഡൈഇലക്ട്രിക് പാർഷ്യലി ഫിൽഡ്. ഇതിൻ്റെ തിയറി ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷേ ഒരു ന്യൂമറിക്കൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ടോപ്പിക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, അല്ല എങ്കിൽ ഫൈനൽ ഇക്വേഷൻ പഠിച്ചിട്ട് നമുക്ക് So in the previous equation, if the equation was C is equal to Q by V, we can say C1 is greater than C2 is greater than C1 is greater than C2 because it has more charge. No. How can we say C1 has greater charge than C2? So from the graph, how can we say C1 has greater charge? so it has more vacuum. No, we can't interpret like that, because as the if we give some charges to a plate, its potential rises. As Q increases, V also increases. Okay, we should take the slope here. The slope will give the capacitance. So the equation was C is equal to Q by V. We still take the slope. Yes. This graph, in this graph, in y-axis we take Q, and in x-axis we take V. What is the slope? Slope is dy by dx. That is y-axis divided by x-axis. That is the slope. What will Q by V? Q by V Capacitance. is C. Q by V is C. It means we should interpret like this. The slope of the graph will give the capacitance. We can't say the capacitance C has more charges or like that, because if the charge is greater, the potential will also change like that. Then the ratio is called the capacitance. We should consider the ratio. Okay, അപ്പം ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് പാർഷ്യലി ഫിൽഡ് ആണ്. ഫുള്ളി ഫിൽഡ് അല്ല. ഫുള്ളി ഫിൽഡ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാർഷ്യലി ഫിൽഡ്. അപ്പോൾ പാർഷ്യലി ഫിൽഡിന്റെ തിയറിറ്റിക്കൽ പോർഷൻസ് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ഇല്ല, പക്ഷേ അതിന്റെ ന്യൂമറിക്കൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തിയറിറ്റിക്കൽ പോർഷൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചാൽ മതി, അല്ല എങ്കിൽ ഫൈനൽ ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ട് ന്യൂമറിക്കൽ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതായാലും ഞാൻ അതിന്റെ തിയറിറ്റിക്കൽ ഡെറിവേഷൻ പഠിക്കുകയാണ്, കാരണം അത് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കേസാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്സ് തന്നെ, ഇനിഷ്യലി ഉള്ള 1-2 സ്റ്റെപ്സ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച അതേ സ്റ്റെപ്സ് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. Consider a parallel plate capacitor having plate area A separated by a distance d with air as dielectric. Then the capacitance of the capacitor can be written as C0 is equal to epsilon 0 A by D. The basic equation. C0 is equal to epsilon 0 A by D. C0 എന്ന് എടുത്തേക്കുന്നത് മാത്രം. C0 is equal to epsilon 0 A by D. If Q be the charge on the plate, then the electric field intensity between the plate can be written as E0 is equal to sigma by epsilon 0. E0 is equal to sigma by epsilon 0. We know the surface charge density sigma is equal to Q by A. Substituting the value, we will get Q by epsilon 0 A. Q by epsilon 0 A. Okay. ഇത് നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്. ഇനി നമ്മൾ ഡൈഇലക്ട്രിക് സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പം ഡൈഇലക്ട്രിക് സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എ ഡൈഇലക്ട്രിക് സ്ലാബ് ഓഫ്
ഏരിയ എ. ഏരിയ എ, പ്ലേറ്റിന്റെ അതേ ഏരിയ ആണ് ഡൈലക്ട്രിക് സ്ലാബിനുള്ളത്. പ്ലേറ്റ് ഏരിയ എ ആൻഡ് തിക്നെസ് ടി. തിക്നെസ് ടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ടി തിക്നെസ് ഉള്ളതാണ്. അപ്പൊ ടി തിക്നെസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ടി. ഓക്കെ, ഫുൾ ഡിസ്റ്റൻസ് ഡി ആണ്, അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ ടി. The thickness T and dielectric constant K is now introduced between the plates. The electric field in air, ഇവിടെ air ആണല്ലോ, the electric field in air remains the same as E0. എയറിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E0 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. എന്നാൽ ഇൻസൈഡ് ദ ഡൈലക്ട്രിക് എന്താണ്? ബട്ട് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഡൈലക്ട്രിക് മീഡിയം ബിക്കംസ് E0 by K. E0 by K ആയിട്ട് കുറയും. E0 by K. ഓക്കെ, അപ്പം in the air the electric field intensity is E0 and inside the dielectric the electric field intensity is E0 by K. അപ്പം ഈ പോർഷനിൽ E0 ആണ്, ഈ പോർഷനിലും E0 ആണ്, ഈ പോർഷനിൽ എന്താണ്? E0 by K ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാകുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് എഴുതാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് V is equal to E into D ആണ്. E into D. അപ്പം ആ ഇക്വേഷൻ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എയർ ഉള്ള പോർഷൻസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E0 ആണ്. എയർ ഉള്ള പോർഷൻസ് എത്രയാണുള്ളത്? D മൈനസ് ടി ആണ് എയർ ഉള്ള പോർഷൻ. പ്ലസ് ഇനി ഡൈലക്ട്രിക് ഉള്ള പോർഷൻസ്, എയർ അല്ലാതെ ഡൈലക്ട്രിക് ഉള്ള പോർഷൻസ്, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E0 by K ആണ്. അത് എന്തുമാത്രം തിക്നെസ്സിലുണ്ട്? ടി തിക്നെസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇനി ഇതിൽ നിന്നും ഞാൻ E0 കോമൺ ആയിട്ട് എടുക്കുകയാണ്. E0 കോമൺ ആയിട്ട് എടുത്തു. E0 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? D മൈനസ് ടി പ്ലസ് ടി ബൈ കെ. E0 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് E0 ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ എന്ന് എഴുതാം. ഇനി E0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E0യുടെ വാല്യൂ എന്തുവായിരുന്നു? E0യുടെ വാല്യൂ നമ്മൾ ആദ്യം എഴുതിയല്ലോ, Q ബൈ എപ്സിലോൺ 0 A ആണ് E0യുടെ വാല്യൂ. Q ബൈ എപ്സിലോൺ 0 A ആണ് E0യുടെ വാല്യൂ. ബാക്കിയുള്ളത് അതേപോലെ എഴുതാം, ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ. അപ്പം പൊട്ടൻഷ്യലായി. ഇനി നമുക്ക് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എഴുതാം. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ C is equal to Q by V ആണ്. Q by V, V കണ്ടു. അപ്പോൾ നമുക്ക് Q ഡിവൈഡ് ബൈ വിയുടെ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? Q ഡിവൈഡ് ബൈ എപ്സിലോൺ 0 A ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ. എന്തൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും? Qയും ക്യാൻസൽ ഔട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. C is equal to എപ്സിലോൺ 0 A ഡിവൈഡ് ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ. ആ ഇക്വേഷൻ ബോക്സ് ചെയ്ത് വെച്ചാൽ അപ്പം കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള സ്പേസിൽ പാർഷ്യലായിട്ട് ഡൈലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്താൽ നമുക്ക് അതിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. C is equal to എപ്സിലോൺ 0 A ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ. ഓക്കെ, ഞാൻ ഇനി ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ആണ്, കാരണം C0യുടെ ടേമിൽ ഒന്ന് എഴുതാൻ പോവാണ്. C0യുടെ ഇക്വേഷൻ അറിയാലോ, എയർ ഡൈലക്ട്രിക് ആകുമ്പോഴുള്ള കപ്പാസിറ്റൻസ് C0യുടെ ടേമിൽ എഴുതാം. C0യുടെ ഇക്വേഷൻ എന്തായിരുന്നു? എപ്സിലോൺ 0 A ബൈ ഡി. C0യുടെ ഇക്വേഷൻ എപ്സിലോൺ 0 A ബൈ ഡി. അപ്പം ഈ ഇക്വേഷൻ, ഈ ബോക്സ് ചെയ്ത ഇക്വേഷനെ C0യുടെ ടേമിൽ ഒന്ന് എഴുതാൻ വേണ്ടി ന്യൂമറേറ്ററിൽ എപ്സിലോൺ 0 A ഉണ്ട്. അപ്പം ഡിനോമിനേറ്ററിൽ ഒരു ഡി ഞാൻ കോമൺ ആയിട്ട് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഡിനോമിനേറ്ററിൽ ഒരു ഡി കോമൺ ആയിട്ട് എടുക്കുകയാണ്.
അപ്പം ഡി സ്ലൈഡ് ഒന്ന് കാണിക്കും, നേരത്തെ സ്ലൈഡ്. ഏതായതാ ഇതിന് മുമ്പത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കൂ. ഓക്കെ സാർ. ഇപ്പം എപ്സിലോൺ 0 സോറി C0 ടേമിൽ എഴുതാൻ വേണ്ടി ഡി ഡിനോമിനേറ്ററിൽ നിന്ന് ഡിയും കൂടെ ഒന്ന് ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൽ പിന്നെ ഉള്ളത് 1 മൈനസ് ടി ബൈ ഡി പ്ലസ് ടി ബൈ ഡി കെ എന്ന് കിട്ടും. ഇനിയും എപ്സിലോൺ 0 എ ബൈ ഡിക്ക് പകരം ഞാൻ C0 എന്ന് കൊടുക്കാം. ഓക്കെ, C0 എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? C is equal to C0 divided by 1 minus T by D plus T by dk. ഈ ഇക്വേഷനും ബോക്സ് വെച്ചു. ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഒരു ഇക്വേഷൻ. ഓക്കെ, ഇതിനിപ്പം ഇതിപ്പോൾ പാർഷ്യലി ഫിൽഡ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? പാർഷ്യലി ഫിൽഡ്, ആകെ ഡിസ്റ്റൻസ് രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ആകെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡി ആണ്. അതിൻ്റെ ഒരു പാർട്ടായി ടി മാത്രമാണ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഇക്വേഷനിലേക്ക് പോകാൻ ഒക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കിക്കേ. ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ ടിയുടെ വാല്യൂ എന്താകും? ഫുള്ളി ഫിൽഡ് ആകുമ്പോൾ ടിയുടെ വാല്യൂ എന്താകും? ഡി ആകും അല്ലേ? ടി ഈക്വൽ ടു ഡി ആകും ഫുള്ളി ഫിൽഡ് ആകുമ്പോൾ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? C0 അങ്ങനെ തന്നെ എഴുതാം. 1 മൈനസ് ഡി ബൈ ഡി പ്ലസ് ഡി ബൈ ഡി കെ. ഇത് 1 ആവും. അത് രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്തു. പിന്നുള്ളത് എന്ത് കിട്ടും? C0 ഡിവൈഡ് ബൈ 1 ബൈ കെ എന്ന് കിട്ടും, അല്ലെങ്കിൽ കെ C0 എന്ന് കിട്ടും. അപ്പോൾ C is equal to K C0 എന്ന് കിട്ടും. ഇതല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്? ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആയിരുന്നു C is equal to K C0 എന്ന് കിട്ടും, അല്ലെങ്കിൽ C is equal to epsilon 0 KA by D എന്നും എഴുതാം. ഓക്കെ, ഇത് ടെക്സ്റ്റിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2.8 നമ്മളിപ്പോൾ പഠിച്ച തിയറിയുടെ ബേസിലാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. A slab of material of dielectric constant K has the same area as the plates of the parallel plate capacitor but has a thickness 3d by 4 അല്ലെങ്കിൽ 3 by 4d. The thickness is 3 by 4d where d is the separation of the plates. How is the capacitance changed when the slab is inserted between the plates? How is the capacitance changed when the slab is inserted between the plate? അപ്പം ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? A slab of material of dielectric constant K has the same area as the plate of the parallel plate capacitor but has the thickness 3 by 4 D is inserted between the plates. അപ്പോൾ പ്ലേറ്റ് ഏരിയയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഡൈലക്ട്രിക് മെറ്റീരിയൽ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. but the thickness between the plate is D, but the dielectric slab has the thickness only of 3 by 4 D. What will be the new capacitance? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ അറിയാം. C0യുടെ ടേമിൽ എഴുതാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് C0യുടെ ബേസ് ചെയ്തുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ ബോക്സ് ചെയ്ത ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരിക. എന്തായിരുന്നു? 1 മൈനസ് ടി ബൈ ഡി പ്ലസ് ടി ബൈ ഡി കെ. ഇതായിരുന്നു നമ്മളുടെ ഇക്വേഷൻ. അതിലെന്ത് ചെയ്താൽ മതി? ടിക്ക് പകരം
ടി എത്രയാണ് ഇവിടെ? ടി എന്ന് പറയുന്നത് 3/4d ആണ്. ടി എന്ന് പറയുന്നത് 3/4d ആണ്. അപ്പൊ ടിക്ക് പകരം 3/4d എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ C0 ടേമിലായിരിക്കും ഫൈനൽ റിസൾട്ട് കിട്ടുക, ഫൈനൽ ആൻസർ കിട്ടുക C0 ടേമിൽ. Okay, the answer is 4k divided by k plus 3 into C0 എന്ന് കിട്ടും. 4k by k plus 3 into C0 എന്ന് കിട്ടും. Okay. Next, combination of capacitors. Combination of capacitor. First, capacitors in series. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രസമാണ്. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്ക് വരികയാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആദ്യം ആ പിക്ചർ നിങ്ങൾ വരയ്ക്കണം. സീരീസ് ആണ്. സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. C1, C2, C3. അപ്പം സീരീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഒന്നിൻ്റെ ലെഗ് എടുത്ത് അടുത്തയിലോട്ട് കൊടുക്കുക, അതിൻ്റെ ലെഗ് എടുത്ത് ഇതിലോട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനാണ് സീരീസ് കൊടുക്കുക. നമ്മൾ അതിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. ചാർജ് ചെയ്യാൻ വേണ്ടി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. ബാറ്ററി നമ്മൾ വരയ്ക്കുന്ന അറിയാമല്ലോ. ബാറ്ററി ഒരു സെല്ല് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഒരു പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. പോസിറ്റീവ് ടെർമിനലിലെ ലെഗ് വലുതായിരിക്കും കേട്ടോ, നെഗറ്റീവ് ടെർമിനൽ ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ 2 സെല്ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 സെൽ, അതുകൊണ്ടാണ് രണ്ട് സെല്ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വോൾട്ടേജ് V ആണ്. ഇപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കണക്ഷൻ ഇതിലോട്ട് വന്നു, അതുകൊണ്ട് ഈ പ്ലേറ്റിന് പോസിറ്റീവ് കിട്ടി. ഈ പ്ലേറ്റിന് പോസിറ്റീവ് കിട്ടുന്നതുകൊണ്ട് ഇൻഡക്ഷൻ മൂലം അടുത്ത പ്ലേറ്റിന് നെഗറ്റീവ് കിട്ടും, മൈനസ് കിട്ടും. വീണ്ടും ഇതിന് പ്ലസ് കിട്ടും, ഇതിന് മൈനസ് കിട്ടും, പ്ലസ് കിട്ടും, മൈനസ് കിട്ടും. അപ്പം അങ്ങനെയാണ് പോകുന്നത്. പിന്നീട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, മറന്നു പോകരുതും, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സർക്യൂട്ട് സീരീസ് ആണോ പാരലൽ ആണോ എന്നറിയാൻ വേണ്ടി ചാർജിൻ്റെ ഫ്ലോ നോക്കിയാൽ മതി. നിങ്ങൾ ചാർജിൻ്റെ ഫ്ലോ സെയിം ചാർജസ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അത് സീരീസ് കണക്ഷൻ ആയിരിക്കും കേട്ടോ. സെയിം ചാർജസ് നമുക്ക് എങ്ങനെയാണെന്ന് പറയാം. ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും ഒരു ചാർജ് മൂവ് ചെയ്യുക, ഒരു പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ. പോസിറ്റീവ് ചാർജ് ഇവിടെ വരുന്നു, അത് ഇതിലൂടെ കയറിറങ്ങി ഇവിടെ എത്തി. സെയിം ചാർജ് തന്നെയാണ് C2ലും വരുന്നത്, സെയിം ചാർജ് തന്നെയാണ് C3ലും വരുന്നത്. അപ്പോൾ സെയിം ചാർജസ് ആണ് C1, C2, C3 എന്ന് പറയുന്ന കപ്പാസിറ്ററിലുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം C1ഉം C2ഉം C3യും സീരീസ് ആണെന്ന് പറയാം. അപ്പോൾ സീരീസ് ആണോ പാരലൽ ആണോ എന്ന് നോക്കുന്നത് അങ്ങനെയാണ്. ചാർജ് സെയിം ചാർജ് ആണ് എല്ലാത്തിലും ഉള്ളതെങ്കിൽ അത് സീരീസ് കണക്ഷൻ ആണ്.
ഡിഫറെൻറ്റ് ചാർജസ് ആണ് വരുന്നതെങ്കിൽ അത് പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് മൂന്നും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ എഫക്റ്റീവ് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ലെറ്റ് എന്തൊക്കെയാണെന്ന് പറയുവാണ്, പിക്ചർ വരയ്ക്കുക. പിക്ചറിൽ എന്തൊക്കെയാണ് പറയുന്നത്? ലെറ്റ് 3 capacitor of capacitance C1, C2, C3 are connected in series to a potential difference of V volt. It is connected to a battery having V volt. പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം 3 capacitor C1 and C1, C2, C3 connected in series, and it is connected to a cell having potential difference of V volt. Let plus or minus Q be the charge acquired by the plates. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ പാരലൽ പ്ലേറ്റുകൾക്കെല്ലാം ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. ഓരോ കപ്പാസിറ്ററിന്റെയും പ്ലേറ്റിന് കിട്ടിയ ചാർജസ് എത്രയാണ്? പ്ലസ് ഓർ മൈനസ് ക്യൂ ആണ്. പ്ലസ് ഓർ മൈനസ് ക്യൂ. ഇത് ക്യാപിറ്റൽ ക്യൂ ആണ് കേട്ടോ, പിക്ചറിൽ ക്യാപിറ്റൽ ക്യൂ. സെയിം ചാർജസ് ആണ് എല്ലാത്തിലും കിട്ടിയിരിക്കുന്നത്. ലെറ്റ് V1, V2, V3 be the potential difference across the capacitors, across the plates of the capacitors. ഓരോ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻറ്റ് ആണ്. V1, V2, V3 are the potential difference between the plates. അപ്പം ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സീരീസ് കണക്ഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ കപ്പാസിറ്ററിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽസ് ഡിഫറൻ്റ് ആയിരിക്കും. പാരലൽ കണക്ഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സീരീസ് കണക്ഷൻ ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണ്. അത് റെപ്രസെൻ്റ് ചെയ്തത് V1, V2, V3 എക്സെട്ര. നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? ടോട്ടൽ പൊട്ടൻഷ്യൽ വി അപ്ലൈഡ് ഈസ് വി ക്യാൻ ബി റിട്ടൺ ആസ് V1 plus V2 plus V3. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ V1ന്റെ ഇക്വേഷൻ എഴുതുകയാണ്. V1ന്റെ ഇക്വേഷൻ എവിടുന്നാണ് എഴുതുന്നത് അറിയാമോ? വിയുടെ ഇക്വേഷൻ എഴുതാം. നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു CV ആണ് ബേസിക് ഇക്വേഷൻ. Q ഈസ് ഈക്വൽ ടു CV ഈസ് ദ ബേസിക് ഇക്വേഷൻ. Q is equal to CV is the basic equation. അതിൽ നിന്ന് വിയുടെ ഇക്വേഷൻ എഴുതാം. V is equal to Q by C. V is equal to Q by C എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ V1 ഇക്വേഷൻ എഴുതാം. V1 is equal to അതിലെ ചാർജ് Q ആണെന്ന് പറഞ്ഞു. അപ്പോൾ Q ഡിവൈഡ് ബൈ അതിന്റെ കപ്പാസിറ്റൻസ് എത്ര? C1. സിമിലർലി V2ന്റെ എങ്ങനെ എഴുതാം? അതിലെ ചാർജ് Q ബൈ അതിന്റെ കപ്പാസിറ്റൻസ്. V3 എങ്ങനെ എഴുതാം? അതിന്റെ ചാർജ് ഡിവൈഡ് ബൈ അതിന്റെ കപ്പാസിറ്റൻസ്. അപ്പോൾ V1, V2, V3 മൂന്നിന്റെയും വാല്യൂ ആയി. ഈ മൂന്ന് വാല്യൂസും ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വിയുടെ ഇക്വേഷൻ എഴുതാം. V is equal to Q by C1 plus Q by C2 plus Q by C3. Q കോമൺ ആയിട്ട് എടുക്കാമല്ലോ. Q കോമൺ ആയിട്ട് എടുത്തു. കാണിക്കൂ. ഓക്കേ സർ. Q കോമൺ ആയിട്ട് എടുത്തപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടി? V is equal to Q into 1 by C1 plus 1 by C2 plus 1 by C3. Qനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകാം. കൊണ്ടുവരുമ്പോൾ V by Q is equal to 1 by C1 plus 1 by C2 plus 1 by C3 എന്ന് എഴുതാം. That is equation number 2. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 എഴുതിയല്ലോ. ഇനിയും നമ്മൾ പറയുന്ന കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആകുക. ഇവിടെ പിക്ചറിൽ 3 കപ്പാസിറ്റേഴ്സ് ആണ്. 3 കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C1, C2, C3 ആണ്. 3 കപ്പാസിറ്റർ. ഞാനിവിടെ എന്താ ചെയ്യുന്നത് അറിയാമോ? ഈ 3 കപ്പാസിറ്ററിനെയും അങ്ങോട്ട് മാറ്റിയിട്ട് ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഉള്ള ഒരൊറ്റ കപ്പാസിറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഈ 3 കപ്പാസിറ്ററിനെയും മാറ്റിയിട്ട് ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണ്?
അത് സി ആയിട്ട് എടുക്കുകയാണ്. ആ വാല്യൂയിലുള്ള ഒരൊറ്റ സിംഗിൾ കപ്പാസിറ്റർ കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം പമ്പ് ചെയ്യാൻ മോട്ടോർ ഉപയോഗിക്കാറുണ്ട്. വെള്ളം പമ്പ് ചെയ്യാൻ മോട്ടോർ ഉപയോഗിക്കും. ഓക്കെ, നമ്മളൊരു 3 പമ്പ് എടുക്കുകയാണ്. 3 പമ്പ്. ഓരോ പമ്പ് 0.5 ഹോഴ്സ് പവറുള്ളതാണ്. ഒരു സിംഗിൾ പമ്പ് 0.5 ഹോഴ്സ് പവർ, മറ്റൊരു സിംഗിൾ പമ്പ് 0.5 ഹോഴ്സ് പവർ, മറ്റൊരു സിംഗിൾ പമ്പ് 0.5 ഹോഴ്സ് പവർ. അപ്പം ഈ 3 പമ്പ് ഉപയോഗിച്ച് നമ്മൾ വെള്ളം പമ്പ് ചെയ്യുകയാണ്. 1 അവർ നമ്മൾ വെള്ളം പമ്പ് ചെയ്തു. അപ്പോൾ അത് വലിയൊരു ടാങ്കിലേക്ക് നമ്മൾ നിറയ്ക്കുകയാണ്. വലിയൊരു ടാങ്കിലേക്ക് ഈ 3 മോട്ടോർ ഉപയോഗിച്ച് നമ്മൾ വെള്ളം നിറച്ചു. ഓക്കെ, 1 മണിക്കൂർ പമ്പ് ചെയ്തു ആണ് നമ്മൾ വെള്ളം നിറച്ചത്. 3 ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. ഇനി ഇതിന് പകരം, ഈ 3 മോട്ടറിന് പകരം, 3 പമ്പിന് പകരം ഞാനൊരു സിംഗിൾ പമ്പ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഹോഴ്സ് പവർ 1.5 ഹോഴ്സ് പവർ ഉള്ളതാണെന്ന് വിചാരിക്കുക. 1.5 ഹോഴ്സ് പവർ. അതായത് ഈ 3 പമ്പിൻ്റെയും 3 പമ്പിൽ ഒരു പമ്പിൻ്റെ ഹോഴ്സ് പവർ 0.5 ആണ്. അങ്ങനെ 3 പമ്പിൻ്റെയും കൂടെ എഫക്റ്റീവ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ഹോഴ്സ് പവർ ആണ്. ഈ 1.5 ഹോഴ്സ് പവർ ഉള്ള ഒരു സിംഗിൾ മോട്ടർ എടുത്തിട്ട്, ഒരു പമ്പ് എടുത്തിട്ട് ഞാൻ 1 മണിക്കൂർ വെള്ളം അടിച്ചാലും, വെള്ളം ഒരു ടാങ്കിൽ നിറച്ചാലും സെയിം വോളിയം ഓഫ് വാട്ടർ വിൽ ബി ഫിൽഡ്. ശരിയല്ലേ? 3 പമ്പിന് പകരം ഞാൻ ഒറ്റ പമ്പ് ഉപയോഗിച്ചു. പക്ഷേ അതിൽ 3ന്റെ എഫക്റ്റീവ് വാല്യൂ ഉള്ള മോട്ടറാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ 3 പമ്പ് ഉപയോഗിച്ച് വെള്ളം അടിച്ച് അത്രയും തന്നെ വെള്ളം എനിക്ക് കിട്ടും ഈ സിംഗിൾ മോട്ടർ ഉപയോഗിച്ച് വെള്ളം അടിച്ചാൽ. ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഈ 3 കപ്പാസിറ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ ഉള്ള ഒരു സിംഗിൾ കപ്പാസിറ്ററിനെ ഞാൻ അവിടെ റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് സി ആണ്. അതിൻ്റെ കപ്പാസിറ്റൻസ് സി ആണെങ്കിൽ അതിൽ നമ്മൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ വി ആണ്. അതിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ചാർജ് ക്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് എഴുതാം. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അപ്പോൾ എന്താ പറഞ്ഞത്? ദ 3 കപ്പാസിറ്റേഴ്സ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് സി. ദാറ്റ് ഈസ് സി ഈസ് ദ effective capacitance of the 3 capacitor. Then we can write C is equal to Q by V. That is equation number 3. Now equation number 3 and equation number 2 നോക്കിക്കേ. equation number 2 ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് V by Q ആണ്. ഇനി equation number 3 equation number 2 ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 by C. ഇതിന്റെ റെസിപ്രോക്കൽ ആണല്ലേ? ഇതിന്റെ റെസിപ്രോക്കൽ വേണം. റെസിപ്രോക്കൽ കൊടുക്കുക. അപ്പോൾ 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3 എന്ന് എഴുതാം. പയ്യെ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 2 ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3 എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇത് ബോക്സ് ചെയ്ത് ശരി. ഇതാണ് effective capacitance. സ്ലൈഡ് ഒന്ന് കാണിക്കൂ. ലാസ്റ്റ് എന്തോ എഴുതിയില്ലായിരുന്നു നേരത്തെ? ഏതാ? ഇതിന് ബാക്കി എന്തോ ഉണ്ടോ ഇതിനകത്ത്? കേട്ടില്ല. ഇത്രേ ഉള്ളൂ? അല്ല, അടുത്ത് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 2 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതും? 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. അപ്പം 3 കപ്പാസിറ്ററുകൾ അല്ലെങ്കിൽ കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ? Decrease. The capacitance will decrease. നിങ്ങൾ ഇതിന് C1 C2 C3 ക്ക് ഒരു വാല്യൂ കൊടുത്താൽ മതി. C1 10 എടുക്കുക, C2 20 എടുക്കുക, C3 30 എടുക്കുക. എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് C കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ it will decrease. The effective capacitance will decrease. അപ്പോൾ നമുക്ക് എന്ത് പറയാം? When the capacitors are connected in series, the effective capacitance will decrease.
വെറുതെ ഡിക്രീസ് ചെയ്തില്ല, ഇറ്റ്സ് വാല്യൂ വിൽ ബി ലെസ് ദാൻ ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ദി കപ്പാസിറ്റർ ഇൻ കോമ്പിനേഷൻ. ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഇൻ കോമ്പിനേഷൻ. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യുക. ഇതിന് 10 ഫാരഡ് എന്ന് കൊടുക്കുക, ഇത് 20 ഫാരഡ് എടുക്കുക, ഇത് 30 ഫാരഡ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി കണ്ടുപിടിക്കുമ്പോൾ ഈ 10-നേക്കാൾ, ഇതിന്റെ ലോവസ്റ്റ് വാല്യൂ 10 ആണ്, ഈ 3 കോമ്പിനേഷനിൽ ഏറ്റവും കുറവുള്ളത് 10-നാണ്. ആ 10-നേക്കാൾ കുറവായിരിക്കും എഫക്റ്റീവ് കപ്പാസിറ്റൻസ് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിപ്പോൾ 3 കപ്പാസിറ്റർ മാത്രമേ എടുത്തുള്ളൂ. അത് ഞാൻ n നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ടെന്ന് കരുതുക. ധാരാളം കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ n നമ്പർ ഓഫ് കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: 1/c = 1/c1 + 1/c2 etc. up to 1/cn. ന്യൂമറിക്കൽ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. സെയിം വാല്യൂ ആണ് കപ്പാസിറ്റൻസിനെങ്കിൽ, എല്ലാത്തിലും സെയിം വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് ഈസി ആയിട്ട് C/n വെച്ച് കണ്ടുപിടിച്ചാൽ മതി. സെയിം വാല്യൂ ആണെങ്കിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാനൊക്കത്തുള്ളൂ കേട്ടോ. സെയിം വാല്യൂ ഉള്ള കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം: C effective = C/n എന്ന് എഴുതാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് നമുക്ക് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ ആണ്, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?